വിശദമായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് 45ാമത്തെ പ്രസിഡന്റായത്. 288 ഇലക്ട്രൽ വോട്ടുകൾ നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇലക്ട്രൽ കോളേജിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചത്. മാർക്ക് പെൻസാണ് പുതിയ വൈസ് പ്രസിഡന്റ്. 8 വർഷത്തെ ഡെമോക്രാറ്റിക് ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 538 അംഗ ഇലക്ട്രൽ വോട്ടിൽ 288 വോട്ട് നേടിയാണ് എതിർ സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ ട്രംപ് പരാജയപ്പെടുത്തിയത്. 270 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു വിജയിക്കാൻ വേണ്ടത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഹിലരിക്ക് 218 ഇലക്ട്രൽ വോട്ട് മാത്രമാണ് നേടാനായത്. നിർണായക സംസ്ഥാനമായ ഒഹായോയിലും ഹിലരിയുടെ സംസ്ഥാനമായ അർക്കൻസാസിലും വരെ ട്രംപ് ആധിപത്യം നേടി. സ്വിംഗ് സ്റ്റേറ്റുകളിൽ 5ഉം ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബരാക് ഒബാമ പ്രചാരണത്തിനെത്തിയ മിക്ക സംസ്ഥാനങ്ങളിലും ഹിലരി തോൽവി ഏറ്റുവാങ്ങിയെന്നതും ശ്രദ്ധേയം. ആകെയുള്ള 50 സംസ്ഥാനങ്ങളിൽ 28 ട്രംപ് വിജയിച്ചു. 70-കാരനായ ട്രംപ് US പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ്. 2017 ജനുവരി 20-ന് അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനമേൽക്കും. മാർക്ക് പെൻസാണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ്. സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് മുൻതൂക്കം. ജനപ്രതിനിധി സഭയിലേക്ക് 221 വോട്ടുകളിലൂടെയും സെനറ്റിലേക്ക് 51 വോട്ടുകളിലൂടെയും റിപ്പബ്ലിക്കൻസ് ഭൂരിപക്ഷം നേടി. അതേസമയം തന്നെ വിജയിപ്പിച്ച അമേരിക്കൻ ജനതയോട് ട്രംപ് നന്ദി രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കാമെന്ന് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. തോൽവി സംബന്ധിച്ച ഹിലരി ക്ലിന്റൺ ട്രംപിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. എന്തായാലും ഹിലരിയുടെ തോൽവിയോടെ അമേരിക്കയ്ക്ക് നഷ്ടമായത് ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടം കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. ജോസ് കാടാപ്പുറം അമേരിക്കയിൽ നിന്നും ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു വിജയമാണ്. ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയ ഒരു വിജയത്തിലൂടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ എങ്ങനെയാണ് അമേരിക്ക ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത്? അതെ, യഥാർത്ഥത്തില് അമേരിക്കയിലെ എല്ലാ പ്രീ സർവേ പോളുകളും ഹിലരി ക്ലിന്റന് അനുകൂലമായിട്ടും വളരെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ നിമിഷത്തില് വ്യത്യസ്തമായ മനോഭാവമാണ് മനുഷ്യർക്ക് അമേരിക്കയിലുള്ളത്. ഇതൊരു ചരിത്ര സംഭവമാണ്. അമേരിക്കൻ ജനത മനസ്സ് തുറന്നിരിക്കുന്നു. പുതിയ പ്രസിഡന്റിനെ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. ട്രംപ് വിക്ടറി പ്രസംഗത്തിൽ പറഞ്ഞു. കുടുംബാംഗങ്ങളോട് ട്രംപ് നന്ദി പറഞ്ഞു. എല്ലാവരുടെയും പ്രസിഡന്റായി താൻ പ്രവർത്തിക്കും. തനിക്ക് വോട്ട് ചെയ്യാതിരുന്നവരെയും ഒത്തുചേർന്ന് പ്രവർത്തിക്കും. രാജ്യം വീണ്ടും ഒരു പുനർനിർമ്മാണത്തിന് പ്രവർത്തനം തുടങ്ങുമെന്നും അമേരിക്കൻ ഡ്രീം എല്ലാവർക്കും സാക്ഷാത്കരിക്കാൻ താൻ പ്രവർത്തിക്കുമെന്നും ഒരാളെയും ഒഴിവാക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹിലരി ക്ലിന്റന് അദ്ദേഹം നന്ദി പറഞ്ഞു. അമേരിക്കയെ ഒരു മഹത്തായ രാജ്യമാക്കുമെന്നും എല്ലാ രാജ്യങ്ങളുമായി ഒത്തുപോകുമെന്നും അമേരിക്കയുടെ ഒരു നല്ല അമേരിക്കയ്ക്കായി സ്വപ്നം കാണുമെന്നും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് പറഞ്ഞു. തന്റെ മാതാപിതാക്കളോടും സഹോദരന്മാരോടും മക്കളോടും അദ്ദേഹം നന്ദി പറഞ്ഞു. നിങ്ങളുടെ ആരുടെയും പ്രതീക്ഷകൾ ഞാൻ കെടുത്തില്ലെന്നും അടുത്ത 4 വർഷത്തേക്കല്ല 8 വർഷമാണ് നാം ലക്ഷ്യമിടേണ്ടത് എന്ന് 70-കാരനായ ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. വിവാദങ്ങളൊന്നും ട്രംപിനെ ബാധിച്ചില്ല. ജനരോഷം തീർത്ത പോലെയാണ് പെരുമാറിയത്. വനിതാ വോട്ടുകളും ഹിലരിയെ തുണച്ചില്ലെന്ന് തന്നെ നമ്മൾക്ക് പറയാം. മാധ്യമങ്ങളൊക്കെ ഹിലരിയുടെ കൂടെ ആയിരുന്നുവെങ്കിലും അവയെ എല്ലാം വെല്ലുവിളിച്ച് ട്രംപ് വിജയം നേടുകയായിരുന്നു. ആദ്യമായിട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിലും കോൺഗ്രസിലും ഭരണത്തിലും ഭൂരിപക്ഷം കിട്ടിയത്. ഇത് ട്രംപിന്റെ ഭരണത്തിന് യാതൊരുവിധ എതിർപ്പുകളെ പേടിക്കാതെ ട്രംപിന് മുമ്പോട്ട് ഭരണം നീക്കാമെന്നുള്ളതായിരുന്നു. ഒബാമയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നവും ഇതായിരുന്നു. എന്നാൽ ട്രംപിന് ആ പ്രശ്നത്തെ നേരിടേണ്ടതായിട്ട് വരുന്നില്ല. ഏറ്റവും പ്രത്യേകത സ്വിംഗ് സ്റ്റേറ്റുകളായ അല്ലെങ്കിൽ വളരെ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഒഹായോയിലും ഫ്ലോറിഡായിലും ജോർജിയയിലും ഒക്കെ ട്രംപിന് വിജയിക്കാനായത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ സാരമായി ബാധിച്ചു. ഏതാണ്ട് 29 സ്റ്റേറ്റുകളിൽ ട്രംപ് വിജയിച്ചപ്പോൾ 18 സ്റ്റേറ്റുകളിൽ മാത്രമാണ് ക്ലിന്റന് വിജയിക്കാൻ പറ്റിയത്. അതുപോലെ ഇനിയും 3 സംസ്ഥാന
സംസ്ഥാനങ്ങളിലെ റിസൾട്ട് വരാനിരിക്കെ തന്നെ നിർണായക ഇലക്ട്രൽ വോട്ടായ 270 എന്ന സംഖ്യയിൽ നിന്നും മറികടന്ന് 289 സീറ്റുകൾ ഇലക്ട്രലിൽ നേടി. എന്നാൽ ക്ലിന്റണ് 218 സീറ്റ് നേടാനായുള്ളൂ. ഏതാണ്ട് 47.7% വോട്ടുകൾ ഡൊണാൾഡ് ട്രംപിന് നേടാനായെങ്കിൽ 47.5% വോട്ടുകളെ ഹിലരി ക്ലിന്റന് നേടാനായിട്ടുള്ളൂ. 289 വിജയം ഒരിക്കലും ട്രംപ് പ്രതീക്ഷിച്ചത് ആയിരുന്നില്ല. ഈ വിജയത്തില് ലോകത്തെമ്പാടുമുള്ള പൊതുപ്രവർത്തകർ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രത്യേകം ട്രംപിനെ അഭിനന്ദിക്കാൻ മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ആകമാനം റഷ്യയുമായിട്ടുള്ള ട്രംപിന്റെ ബന്ധത്തെക്കുറിച്ച് ഹിലരി പറഞ്ഞിരുന്നു. ആ ബന്ധം ഏതൊക്കെ ആയാലും റഷ്യയുടെ പ്രസിഡന്റിന്റെ അഭിനന്ദനം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യക്കാർക്ക് വളരെ അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. ഇത് ആദ്യമായാണ് 1% താഴെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് കോൺഗ്രസിലും സെനറ്റിലും ഉജ്ജ്വല പ്രാതിനിധ്യം ലഭിച്ചത്. US സെനറ്ററായി ഇപ്പോഴത്തെ കാലിഫോർണിയ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ കമല ഹാരിസ് വിജയിച്ചു. ഇലിനോയിൽ നിന്ന് കോൺഗ്രസിലേക്ക് രാജാ കൃഷ്ണമൂർത്തി വിജയിച്ചു. കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്ന് റോഖന്നയും വിജയിച്ചു. കാലിഫോർണിയയിൽ നിന്ന് നിലവിലുള്ള കോൺഗ്രസ് അംഗം ഡോക്ടർ അമി ബേരയും വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ മലയാളിയായ പാലക്കാടുകാരി പ്രമീള ജയപാലും വിജയിച്ചു. വിജയിച്ചവരെല്ലാം ഡെമോക്രാറ്റുകളുമാണ്. എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പില് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയുടെ 45ാമത് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജോസ് കാടാപ്പുറമാണ് അമേരിക്കയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടു. 8 വർഷം നീണ്ട ഡെമോക്രാറ്റ് ഭരണത്തിനാണ് അമേരിക്കയിൽ തിരശ്ശീല വീഴുന്നത്. സമ്പത്തിന്റെയും വിവാദങ്ങളുടെയും തോഴനായാണ് ബരാക് ഒബാമയുടെ പിൻഗാമിയായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമരക്കാരനാകുന്നത്. വ്യവസായ ലോകത്തു നിന്ന് അമേരിക്കൻ പ്രസിഡന്റായി എത്തുന്ന ട്രംപ് എക്കാലത്തും കടുത്ത മണ്ണിന്റെ വക്കൽ വാദിയായിരുന്നു. ട്രംപിന്റെ വിജയം അമേരിക്കയ്ക്കൊപ്പം ലോകത്തിന്റെ തന്നെ മാറുന്ന മുഖമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ മണ്ണിന്റെ വാദക്കാരൻ വൈറ്റ് ഹൌസിന്റെ നാഥനാകുമ്പോൾ ട്രംപ് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധി. കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ദേശീയവാദവും നിരത്തിയായിരുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വിവാദങ്ങളിൽ മുങ്ങിയ ട്രംപിന്റെ പ്രചരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതായിരുന്നു. ട്രംപ് ഉയർത്തിയ വംശീയ പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളെ തന്നെ ട്രംപിൽ നിന്നകറ്റി. ഏറ്റവും ഒടുവിൽ നിരവധി വനിതകൾ ലൈംഗികാരോപണവുമായി രംഗത്തെത്തി. 1946 ജൂണിൽ ന്യൂയോർക്കിൽ ജനിച്ച ട്രംപ് 3 തവണ വിവാഹിതനായി. 2005 വിവാഹം കഴിച്ച മെലാനിയാണ് ഭാര്യ. വിദേശികൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനെ നഖശികാന്തം എതിർക്കുമ്പോഴും സ്ലൊവേനിയക്കാരിയാണ് ട്രംപിന്റെ ഭാര്യയെന്നത് വിരോധാഭാസം. $45,000 കോടി ട്രംപിന്റെ ആസ്തി. രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ ഒന്നും അവകാശപ്പെടാനില്ലാത്ത നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. കുപ്പിവെള്ളം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ ബിസിനസ്സുള്ള വ്യവസായി, കെട്ടിട നിർമ്മാതാവ്, ടെലിവിഷൻ അവതാരകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പടിപടിയായി ജയിച്ചുകയറിയാണ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. ചുരുക്കി പറഞ്ഞാൽ കമിഴ്ന്നു വീണാൽ കാൽപ്പണം കൊണ്ടല്ലാതെ എഴുന്നേൽക്കില്ലെന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്നതായിരുന്നു ട്രംപിന്റെ വ്യവസായ ലോകത്തെ വെട്ടിപ്പിടിക്കൽ. അനധികൃത കുടിയേറ്റം, പുറംജോലി കരാർ മൂലം അമേരിക്കൻ ജനത നേരിടുന്ന അനിശ്ചിതാവസ്ഥ, രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യം, വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ട്രംപ് നടത്തിയ പ്രചരണത്തിന് അമേരിക്കയുടെ പൊതുമണ്ഡലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. അമേരിക്കക്കാർ സ്വീകരിക്കുമ്പോഴും ലോകതലത്തിൽ ട്രംപിന്റെ സ്വീകാര്യത വലിയ ചർച്ചാ വിഷയമാകും ഇനിയുള്ള ദിവസങ്ങളിൽ. ക്യൂൻസിലെ ജമൈക്ക എസ്റ്റേറ്റിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് നടന്നുകയറുന്ന ട്രംപ് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് എത്രമാത്രം അഭിമതനാകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്. ലോക ജനതയോടൊപ്പം ട്രംപിന്റെ വിജയത്തെ അമേരിക്കയിലെ വലിയൊരു വിഭാഗവും ആശങ്കയോടെയാണ് കാണുന്നത്. ആഗോള തീവ്രവാദത്തിനെതിരെയും കുടിയേറ്റത്തിനെതിരെയും ട്രംപ് എന്തു നിലപാടെടുക്കുമെന്നാണ് അമേരിക്കൻ ജനത ഉറ്റുനോക്കുന്നത്.
അമേരിക്കയ്ക്ക് സുന്ദര സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്ത് വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് എത്തുമ്പോൾ ലോകത്തോടൊപ്പം അമേരിക്കക്കാരും ആശങ്കയോടെയാണ് ട്രംപിന്റെ അരങ്ങേറ്റത്തെ ഉറ്റുനോക്കുന്നത്. കടുത്ത ദേശീയവാദിയും ഇസ്ലാം വിരുദ്ധനുമായ ട്രംപിന്റെ നിലപാടുകൾ രാജ്യത്ത് തീവ്രവാദം വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുമെന്നതാണ് അമേരിക്കക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. കോടീശ്വരന്മാർക്കും വ്യവസായികൾക്കും വൻ നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനം മധ്യവർഗക്കാരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ലോക പോലീസ് ചമയുന്ന അമേരിക്ക വിവിധ രാജ്യങ്ങളുമായി തുടരുന്ന സൈനിക സഖ്യങ്ങളിലും മാറ്റമുണ്ടായേക്കും. ലോക ജനതയോടൊപ്പം അമേരിക്കയിലെ വലിയൊരു വിഭാഗവും ബഹുസ്വരതയ്ക്കായി മുറവിളി കൂട്ടുമ്പോൾ ഏകദ്രവ ലോകത്തിനായി നിലകൊള്ളുന്ന ട്രംപ് കടുത്ത തലവേദന സൃഷ്ടിക്കുമെന്ന് പറയുന്ന വിഭാഗക്കാരുമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റുമെന്നത് പാർട്ടി അനുഭാവികളിൽ ചിലരെങ്കിലും ആശങ്കയോടെ കാണുന്നുണ്ട്. അമേരിക്ക ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ എടുത്തുകാട്ടിയ ഒബാമ കെയർ പദ്ധതി പിൻവലിക്കുമെന്നതാണ് ശരാശരി അമേരിക്കക്കാരനെ അലട്ടുന്നത്. ചുരുക്കത്തിൽ ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും ശരാശരി അമേരിക്കക്കാരനും ട്രംപ് എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും US തെരഞ്ഞെടുപ്പുകളിൽ പതിവാണെങ്കിലും രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ പരിധികളും ലംഘിച്ചുള്ളതായിരുന്നു ഇത്തവണത്തേത്. ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇക്കുറി സാക്ഷ്യം വഹിച്ചത്. നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുന്നതിനേക്കാൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കാനും അവയ്ക്ക് മറുപടി നൽകാനുമാണ് പ്രചാരണത്തിലുടനീളം ഹിലരിയും ട്രംപും സമയമേറെ ചെലവഴിച്ചത്. ആഭ്യന്തര വിദേശ വാണിജ്യ നികുതി നയങ്ങളിൽ സ്ഥാനാർത്ഥികൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ കാത്തിരുന്നവർക്ക് മുന്നിലേക്കെത്തിയത് ലൈംഗികാരോപണങ്ങളും നികുതി വെട്ടിപ്പിന്റെ കഥകളും അഴിമതി വാർത്തകളുമൊക്കെയാണ്. ട്രംപിന്റെ നാവാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ നിശ്ചയിച്ചതെന്നും വേണമെങ്കിൽ പറയാം. ടെലിവിഷൻ സംവാദങ്ങളിലും ട്വിറ്റർ സന്ദേശങ്ങളിലുമെല്ലാം ട്രംപിന് നാവ് പിഴച്ചു. സ്വന്തം ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പോലും കഴിയാത്ത ഹിലരി എങ്ങനെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുമെന്നിങ്ങനെ സ്ത്രീവിരുദ്ധതയുടെ അങ്ങേയറ്റം കണ്ട കമന്റുകൾ നിരന്തരം പറഞ്ഞ ട്രംപിന് വംശീയ വർഗീയ അധിക്ഷേപങ്ങൾ ചൊരിയുന്നതിലും ഒരു നിയന്ത്രണവുമുണ്ടായില്ല. അഭയാർത്ഥികളെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചുമുള്ള ട്രംപിന്റെ നിലപാടുകൾ രാജ്യാന്തര തലത്തിൽ വിവാദ ചുഴികൾ തീർത്തു. ഹിലരിയെ മാത്രമല്ല, പ്രസിഡന്റ് ബറാക് ഒബാമയെയും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്റെ എല്ലാ എതിരാളികളെയും കണക്കറ്റധിക്ഷേപിക്കാൻ ട്രംപിന് ഒരു മടിയുമുണ്ടായില്ല. ഹിലരിക്കെതിരായ ഇമെയിൽ വിവാദവും ട്രംപിന്റെ നികുതി തട്ടിപ്പും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. ശതകോടീശ്വരനായ ട്രംപ് 2 പതിറ്റാണ്ടോളം അനധികൃത നികുതി ഇളവ് നേടിയെന്ന ആരോപണം ഹിലരി ക്യാമ്പ് നിരന്തരം ഉന്നയിച്ചു. നികുതി വ്യവസ്ഥകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ഇളവ് നേടിയത് തന്റെ മിടുക്കാണെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. തുടക്കം മുതൽ ഹിലരി നേരിട്ട പ്രശ്നം വിശ്വാസ്യതയില്ലായ്മയായിരുന്നു. വാൾസ്ട്രീറ്റിലെ വമ്പന്മാരിൽ നിന്ന് പണം സ്വീകരിച്ച വിവരങ്ങൾ വിക്കിലീക്സ് രേഖകളായി പുറത്തുവരികയും ചെയ്തു. ഒബാമയടക്കമുള്ള പ്രശസ്തർ ഹിലരിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയെങ്കിലും ഒബാമ പ്രചാരണത്തിനിറങ്ങിയ സംസ്ഥാനങ്ങളിൽ ഹിലരിക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. എന്തായാലും അമേരിക്കൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്കെത്തിയത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രചാരണങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച ശേഷമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിൽ ഇന്ത്യയിൽ സമ്മിശ്ര പ്രതികരണം. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികളിൽ ചാഞ്ചാട്ടം. അമേരിക്കൻ പ്രസിഡന്റാകുന്ന ട്രംപിന്റെ പാകിസ്ഥാൻ ചൈന വിരോധം ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള പുറംജോലി കരാറുകൾ ട്രംപ് നിർത്തലാക്കുമെന്ന ആശങ്കയാണ് ഇന്ത്യയിലെ IT മേഖല പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ കുടിയേറ്റത്തിനും നിയന്ത്രണമുണ്ടാകുമെന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടും. ഡെമോക്രാറ്റ് പ്രസിഡന്റുമാരെക്കാൾ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ എന്നും ഇന്ത്യയോട് പ്രത്യേക താൽപര്യം പുലർത്തിപ്പോന്നിരുന്നവരാണ്. റിപ്പബ്ലിക്കനായ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പ്രതീക്ഷയോടെ കാണുന്നു. പ്രചരണത്തിലുടനീളം തീവ്രവാദത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ട്രംപ് പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ സ്വർഗ്ഗഭൂമിയെന്നാണ് വിശേഷിപ്പിച്ചത്. ചൈനയുടെ വളർന്നുവരുന്ന വിപണിയെ ട്രംപ് അംഗീകരിക്കുന്നില്ല. കച്ചവട കരാറുകൾ മാറ്റിയെഴുതിയില്ലെങ്കിൽ ചൈന വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പക്ഷം. ഇന്ത്യൻ വ്യവസായികളെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്ന ട്രംപ് പക്ഷേ അമേരിക്കൻ ജോലികൾ പുറം കരാറുകളായി ഇന്ത്യയിലേക്ക് പോകുന്നതിന്റെ വലിയ വിമർശകനാണ്. പ്രസിഡന്റായാൽ പുറം ജോലി കരാറുകൾ, കുറഞ്ഞ ജോലിക്ക് ഇന്ത്യയിൽ നിന്നെത്തി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സംവിധാനം ഇവയെല്ലാം പൊളിച്ചെഴുതുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇൻഫോസിസ്, TCS തുടങ്ങി എല്ലാ ഇന്ത്യൻ കമ്പനികൾക്കും വൻ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിജയം IT കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിച്ചു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികൾ ഇടിവ് രേഖപ്പെടുത്തി. US കോർപ്പറേറ്റ് ടാക്സ് 35-ൽ നിന്നും 15% കുറയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ടാക്സ് ഭാരം മൂലം രാജ്യത്തിന് പുറത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയിരുന്ന ഫോർഡ്, ജനറൽ മോട്ടോഴ്സ്, മൈക്രോസോഫ്റ്റ് തുടങ്ങി കോർപ്പറേറ്റുകൾ ടാക്സ് കുറച്ചാൽ അമേരിക്കയിലേക്ക് മടങ്ങും. യൂറോപ്യൻ വ്യവസായികളെ നോട്ടമിട്ട് മോദി ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യയെ അത് ബാധിക്കും. പക്ഷേ ഇതിനെല്ലാം അപ്പുറം പ്രതിരോധ മേഖലയിൽ ട്രംപിന്റെ കച്ചവട താൽപര്യങ്ങൾ പ്രസിദ്ധമാണ്.
അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ പ്രതിരോധ കച്ചവടമുള്ള ലോകത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക കച്ചവട പങ്കാളിത്തമാകട്ടെ 100 ബില്യൺ കടക്കും. ഇത് എളുപ്പത്തിൽ തള്ളിക്കളയാൻ വ്യവസായി കൂടിയായ ട്രംപിന് കഴിയില്ല. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഏഷ്യൻ വിപണിയിൽ വന്നിടിവ്. യുഎസും കറൻസി നിരോധനവും തകർത്തത് 1600 പോയിന്റ്. വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് വലിയ തോതിൽ ഇടിഞ്ഞു. നിഫ്റ്റി ആകട്ടെ 474 പോയിന്റ് നഷ്ടത്തിൽ 8069 ക്ലോസ് ചെയ്തത്. ഓഹരി വിപണിക്ക് കനത്ത തിരിച്ചടി. വ്യാപാരം ആരംഭിച്ചയുടനെ സെൻസെക്സ് 1584.19 പോയിന്റ് ഇടിഞ്ഞ് 2,60,006.95 നിഫ്റ്റി ആകട്ടെ 474 പോയിന്റ് നഷ്ടത്തിൽ 8069 രാവിലെ 9:35 ആയപ്പോഴേക്കും സെൻസെക്സിലെ നഷ്ടം 681 പോയിന്റായി. നിഫ്റ്റി 228 പോയിന്റുമാണ് താഴ്ന്നു നിൽക്കുന്നത്. BSEയിലെ 87 ഓഹരികൾ മാത്രമാണ് നേട്ടത്തിലുള്ളത്. അതേസമയം 1871 ഓഹരികൾ നഷ്ടത്തിലാണ്. അദാനി പവർ, വേദാന്ത, ICICI ബാങ്ക്, സൺഫാർമ, ഭേൽ, കെയ്ൻ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്സ്, ഭാരതി എയർടെൽ തുടങ്ങിയവ വൻ നഷ്ടത്തിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. 1500 നോട്ടുകൾ അസാധുവായതോടെ വലഞ്ഞ ജനം. ചെറിയ നോട്ടുകളുടെ ക്ഷാമം എല്ലാ മേഖലയിലെയും പണമിടപാടുകളെ ബാധിച്ചു. റെയിൽവേ യാത്രക്കാരെയും ആശുപത്രികളിലും നിർമ്മാണ മേഖലയിലുമുള്ളവർ അനിശ്ചിതത്വത്തിലായി. പോസ്റ്റ് ഓഫീസുകളിലും കറൻസി കൈമാറ്റം നിലച്ചു. ഞങ്ങളുടെ ചില്ലറയില്ലെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പെട്ടുപോയി കിടക്കുക. 1000-500 രൂപ നോട്ടുകൾക്ക് പൊടുന്നനെ വിലയില്ലാതായപ്പോൾ വലഞ്ഞത് സാധാരണക്കാരാണ്. ദീർഘയാത്ര കഴിഞ്ഞ് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയവരും യാത്ര പോകേണ്ടവരും വെട്ടിലായി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ഈ പൈസ കൊണ്ട് ഹോട്ടലിൽ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. പൈസ കൊടുത്തിട്ട് മാറാൻ പറ്റുന്നില്ല. ഹോട്ടലിൽ പൈസ ഇല്ല. കാർഡ് എടുക്കും. കാർഡിനാണെങ്കിൽ 500 രൂപയ്ക്ക് മുകളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. रोटी खाने के लिए पैसे नहीं है, दिल्ली जाना हम कैसे जाएगा? होटल वाला पैसे लेता, ऑटो वाला पैसे नहीं, सामान सर पे रख के लेके जाएगा. 2 ദിവസം വളരെ വലിയ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്കുണ്ടാകും. കാര്യം ഇതൊരു വളരെ ഗോപ്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഉച്ചയോടെ 4 ലക്ഷം രൂപയുടെ ചെറിയ നോട്ടുകൾ കൈമാറിയതായും 15 ലക്ഷം രൂപയുടെ 1000-500 രൂപ നോട്ടുകൾ ലഭിച്ചതായും റെയിൽവേ സീനിയർ ഡിവിഷണൽ മാനേജർ സുധീഷ് പറഞ്ഞു. SBIയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പണം തരാനാവില്ലെന്നായിരുന്നു മറുപടി. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പൈസ നമ്മൾ മുഴുവൻ സർക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞു, 4 ലക്ഷത്തോളം. അതിനുശേഷം ആൾക്കാർ ഇപ്പോൾ തരുന്ന പൈസ മാത്രമേ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ സാഹചര്യം തുടർന്നാൽ ടിക്കറ്റ് വിതരണത്തെ ബാധിച്ചേക്കാം. ചെറിയ നോട്ടുകൾ ഇല്ലാത്തതിനാൽ പോസ്റ്റ് ഓഫീസുകളിലെയും കറൻസി കൈമാറ്റം നിർത്തിവെച്ചു. റിസർവ് ബാങ്കിൽ നിന്നും പണമെത്തിയാലേ വിനിമയം പുനരാരംഭിക്കാനാവൂ എന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അറിയിച്ചു. ആശുപത്രികളിലെ പണമിടപാടുകളും അനിശ്ചിതത്വത്തിലാണ്. പല സ്വകാര്യ ആശുപത്രികളിലും ഡിസ്ചാർജുകളും ശസ്ത്രക്രിയകളും മാറ്റിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. പണമിടപാടുകൾ നടക്കാതായപ്പോൾ നിർമ്മാണ മേഖലയും സ്തംഭനാവസ്ഥയിലായി. ജനത്തിരക്കേറിയപ്പോൾ പല പെട്രോൾ പമ്പുകളിലും കറൻസി കൈമാറ്റം നിർത്തിവെച്ചു. പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ 2 ദിവസമെങ്കിലും എടുത്തേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. 1000-500 രൂപ നോട്ടുകൾ അസാധുവായതോടെ സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ മദ്യവിൽപ്പന കുത്തനെ കുറഞ്ഞു. ചില്ലറയുള്ളവർക്ക് മദ്യം നൽകുമെന്ന് മദ്യവിൽപ്പനശാലകൾ അറിയിച്ചതോടെ പലരും മദ്യം വാങ്ങാതെ മടങ്ങി. എവനും തന്നില്ല, അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നില്ല. അതും കൂടി അടിക്കി. 500-1000 ഇല്ല. 1000-500 രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതല്ലെന്ന ബോർഡ് എല്ലാ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും ഉയർന്നു കഴിഞ്ഞു. ചില്ലറയുമായി വന്നാൽ മാത്രമേ മദ്യം കിട്ടൂ. ഇതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ തിരക്കൊഴിഞ്ഞ അപൂർവ കാഴ്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കച്ചവടം പൊതുവെ ഇന്ന് തിരക്ക് കുറവാണ്. സാധാരണ നല്ല തിരക്കുണ്ടാവുന്നതാണ് ഈ സമയത്ത്, ഇപ്പം കുറവാണ്. 1000-500 പിൻവലിച്ചതിൽ മദ്യപർക്ക് കടുത്ത പ്രതിഷേധം. പലരും മദ്യം വാങ്ങാതെ മടങ്ങി. എന്തിനു ചെയ്യാൻ പറ്റും? നേരെ വിളിക്കുമ്പോൾ 500-1000 എടുക്കൂലെന്ന് പറഞ്ഞാൽ കൂലിപ്പണി തന്നെയാണ്. നമ്മൾ ഡെയിലി 500 രൂപ കിട്ടും. ആ പൈസ കൊണ്ട് ആഹാരമായി രാവിലെ കിട്ടില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് സാധനം വാങ്ങിക്കണമെങ്കിൽ അവര് 500 എടുക്കൂല, 1000 എടുക്കൂല, ചില്ലറ എടുക്കുള്ളൂ. ഇവിടെ പലരും വന്ന കരഞ്ഞ്. വലിയ നോട്ടുകൾ പോകുന്ന പോക്കിൽ തങ്ങളുടെ വെള്ളം കുടി മുട്ടിച്ചതിന്റെ അങ്കലാപ്പിലാണ് മദ്യപാനികൾ. 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നതാണ് ഇവരുടെ ഏക പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള സ്ത്രീ പഠന കേന്ദ്രത്തിന്റെ PK റോസി പുരസ്കാരം KPS ലളിതയ്ക്ക്. ചലച്ചിത്ര രംഗത്ത് മികച്ച സംഭാവന നൽകിയ സ്ത്രീകൾക്കാണ് മലയാള സിനിമയിലെ ആദ്യ നായികയായ PK റോസിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉർവശി ശാരദ, കവിയൂർ പൊന്നമ്മ എന്നിവർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പുരസ്കാരം നൽകിയത്. ഫീമെയിൽ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡിസംബർ 4-ന് തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും.